സർപ്രൈസിൻ്റെ ഒരു അന്താളിപ്പാട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദുബായിൽ നിന്ന് അവളെ ഫാമിലി ഉണ്ട് ഖത്തറിക്ക്. അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്നെ കാണാൻ വേണ്ടി നമ്മളെ വില്ലേക്ക് വന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണില്ല, ഇവള് വരുന്ന ഒട്ടും പ്രതീക്ഷിക്കണില്ല. കണ്ടപ്പോൾ ആകെ കിളി പോയി. ഞങ്ങളെ കുട്ടികൾ ഏകദേശം സെയിം ഏജ് ആട്ടാ. ഞങ്ങളും സെയിം ഏജാണ്, പക്ഷെ ഞങ്ങളെ കണ്ടാൽ തോന്നില്ല, അതുപോലെ ഞങ്ങളെ കുട്ടികളെയും കണ്ടാൽ തോന്നില്ല. അപ്പോൾ ആദ്യം വൈബ് ഭയങ്കര സെറ്റ് ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വന്നതൊക്കെ അല്ലേ, പിന്നെ ചെറിയ ചെറിയ ടോയ്സ് കൊടുക്കില്ല അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ അവരായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടോ. ദാനത്തുൽ ബറയ്ക്ക് നമ്മൾ കൊണ്ടുപോയി, കാരണം ഇവിടുത്തെ ഫേമസ് അതാണല്ലോ, മീൻ മന്തിയാണല്ലോ. അപ്പോൾ അവിടെ വല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 10 വർഷത്തോളമായി, 2014 പക്ഷേ കോളേജിലേക്കൊക്കെ ആയപ്പോൾ അവർ വേറെ കോളേജ്, ഞാൻ വേറെ കോളേജിൽ, ആ ഒരു കുറച്ചൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ അത് റീബിൽഡ് ചെയ്തിട്ട് വീണ്ടും പഴയ നിലയ്ക്ക് എത്തിച്ചത് ഇവളാട്ടാ. അപ്പോൾ എന്താ പറയുക, ഇവളല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇവൾ അടിപൊളിയാണ്. അതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്, വീണ്ടും റീബിൽഡ് ചെയ്ത പഴയ ലെവലിലേക്ക് എത്തിയത്. ഞങ്ങളെ കുട്ടികളും വലുതായിട്ട് ഒരു ഏജിൽ അതാവും ഞങ്ങൾ വിചാരിക്കും. പിന്നെ കുട്ടികളതായ ഓരോ പ്രശ്നങ്ങളൊക്കെ അല്ലേ, ഞങ്ങൾ വിചാരിക്കും കുട്ടികളില്ലാണ്ട് പോയാൽ മതി, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എറിയലും പിടിക്കലും ഒതുങ്ങിയിരിക്കില്ലല്ലോ എൻ്റെ ചെക്കന്. അപ്പോൾ നല്ലൊരു ദിവസം ഇരുന്നിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഭയങ്കര ഹാപ്പിയായി. പോരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കുറച്ചധികം കൂടി വേണമായിരുന്നു തോന്നി. എന്നാലും കണ്ടതിൽ നല്ല ഹാപ്പി കേട്ടോ.